പഠന രീതി ഒന്ന് മാറ്റം വരുത്തി നോക്കിയാലോ. നമ്മൾ കഴിഞ്ഞ വീക്കിലൊക്കെ ഫോളോ ചെയ്തിട്ടുള്ള സ്റ്റഡി പ്ലാൻസിനൊക്കെ ഒന്ന് വ്യത്യാസപ്പെടുത്തിയിട്ട് ഒരു വ്യത്യാസം വരുത്തിക്കൊണ്ട് പുതിയൊരു പ്ലാനാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ മക്കൾ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ കഴിഞ്ഞ വീക്കിൽ നമ്മുടെ പ്ലാൻ അനുസരിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ ആ സബ്ജക്റ്റ് മാത്രമായിരിക്കും നിങ്ങൾ ഒരു ദിവസം പഠിക്കുന്നത്. ഇപ്പോൾ ഒരു ദിവസം 1.5 മണിക്കൂറോ 2 മണിക്കൂറൊക്കെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഒരു സബ്ജക്റ്റ് മാത്രം പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു മടുപ്പും അല്ലെങ്കിൽ നമുക്കൊരു ക്ഷീണോ ആ ഒരു ഫോക്കസ് ഒക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വിട്ടുപോകാനുള്ള സാധ്യതയുണ്ടല്ലോ, ആ കോൺസെൻട്രേഷൻ ഒക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് മാറ്റി നോക്കാം. മെത്തേഡ് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ നമ്മളൊരു മെയിൻ ആയിട്ടുള്ള സബ്ജക്റ്റ്, അതായത് നിങ്ങൾ സാധാരണ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെയായിരിക്കും? ബേസിക് സയൻസ്, സോഷ്യൽ, മാത്സ് ഒക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആ സബ്ജക്റ്റ് മാത്രം ഒരു ദിവസം പഠിക്കാതെ അതിൻ്റെ കൂടെ എളുപ്പമുള്ള സബ്ജക്റ്റുകളും കൂടി ഉൾപ്പെടുത്തി പഠിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഒരു സബ്ജക്റ്റിനെ മാത്രം പഠിച്ചു എന്നുള്ളൊരു മടുപ്പൊന്നും വരില്ല. നമ്മുടെ ബ്രെയിനിനെ നമ്മളൊന്ന് കളിപ്പിക്കാൻ പോവുകയാണ്. ഒന്ന് മാറ്റി മാറ്റി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് പഠിക്കാനും മടുപ്പൊന്നും ഇല്ലാതെ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ പുതിയൊരു പ്ലാൻ, ഈ ആഴ്ചത്തെ പ്ലാനാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ആഴ്ച എങ്ങനെ പഠിക്കാം? അപ്പോൾ മൺഡേ, ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്ന് നിങ്ങൾ സയൻസ് പഠിക്കണം. സയൻസ് പഠിക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ? മലയാളം കൂടി ഒന്ന് പഠിക്കണം. അപ്പോൾ നിങ്ങൾക്ക് കുറേ പേർക്കുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ലാംഗ്വേജസ് ഒന്നും തിരിഞ്ഞു നോക്കാറില്ല. നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സോഷ്യൽ, മാത്സ്, സയൻസ് മാത്രം നിങ്ങൾ പഠിച്ചു പോകും. മലയാളം ഒന്നും നിങ്ങൾ വായിക്കാറേ ഇല്ല. എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ഒക്കെ ഒരു ചോദ്യം വരുമ്പോൾ അത് ആൻസർ എഴുതാൻ, ഇല്ലെങ്കിൽ ആ ആൻസർ എഴുതുമ്പോൾ സ്റ്റക്കായി പോവുക, എഴുതാൻ കിട്ടാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് വായന കുറവായതുകൊണ്ടാണ്. അപ്പോൾ മക്കൾക്ക് ഇതുപോലുള്ള ലാംഗ്വേജസിൽ നിങ്ങൾക്ക് ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതണമെങ്കിൽ നിങ്ങൾക്ക് നല്ല ഭാവന വേണം, ചിന്തിക്കാനുള്ള കഴിവ് വേണം. ഈ ചിന്തിക്കാനുള്ള കഴിവ് എവിടെ നിന്നാണ് ഡെവലപ്പ് ആവുന്നത്? വായിക്കുന്നതിലൂടെയാണ്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യണം? നിങ്ങളിപ്പോൾ സയൻസ് പഠിക്കുന്നതിൻ്റെ കൂടെ, സയൻസ് കുറച്ചു നേരം പഠിച്ച് മടുക്കുമല്ലോ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? മലയാളം എടുക്കുക, എന്നിട്ട് വായിച്ച് തുടങ്ങുക. ഓരോ പാഠം വൃത്തിയായിട്ട് വായിക്കുക. നിങ്ങൾക്ക് പരിചയമില്ലാത്ത വാക്കുകൾ വരുന്നുണ്ടെങ്കിൽ അത് അണ്ടർലൈൻ ചെയ്ത് അതിൻ്റെ അർത്ഥം കണ്ടുപിടിച്ച് അതുകൂടി മനസ്സിലാക്കി പഠിക്കാം. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു സമയം കൂടി പറഞ്ഞുതരാം. നിങ്ങൾ ആകെ ഒരു ദിവസം 2 മണിക്കൂർ പഠിച്ചാൽ മതി. സ്കൂളൊക്കെ വിട്ട് വന്ന് റിലാക്സ്ഡ് ആയിട്ട് വൈകിട്ട് ഒരു 6:30 നിങ്ങൾ തുടങ്ങിയാൽ മതി. ഓക്കെ, അപ്പോൾ നോക്ക്, 6:30 മുതൽ 7:30 വരെ നിങ്ങളുടെ ആ മെയിൻ സബ്ജക്റ്റ് പഠിക്കുക. ഇപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ സയൻസും മലയാളമാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ സയൻസ് പഠിക്കുക 6:30 മുതൽ 7:30 വരെ. ഓക്കെ ആണല്ലോ. ഇനി 7:30 മുതൽ 8 മണി വരെ അരമണിക്കൂർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മലയാളം പഠിക്കാം, മലയാളം വായിച്ചു നോക്കാം. ഓക്കെ, ഒരു കഥയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു കവിതയാണെങ്കിലോ ഒക്കെ എന്ത് ചെയ്യാം മക്കളെ? നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് കോൺസെൻട്രേഷൻ കൂടി വായിക്കുക. അതിനുശേഷം 8 മണി മുതൽ 8:30 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് സ്കൂളിൽ നിന്നൊക്കെ എന്തെങ്കിലും ഹോംവർക്ക് ഒക്കെ തരുമല്ലോ പിറ്റേ ദിവസത്തേക്ക് ചെയ്തിട്ട് പോകാനുള്ള, ആ ഒരു അരമണിക്കൂറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഹോംവർക്ക് ചെയ്ത് തീർക്കാം. ഒരുപാട് സമയമൊന്നും ഇപ്പോഴേ പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് പതുക്കെ സമയം കൂട്ടി വരാം. അപ്പോൾ ഒരു 2 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യുക? ഡെയിലി ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത ദിവസം ചൊവ്വാഴ്ചയാണെങ്കിൽ നാളെ നിങ്ങൾ എന്ത് പഠിക്കണം? മാത്സ് പഠിക്കണം. മാത്സ് മാത്രം പഠിച്ചാൽ പോരാ, അതിൻ്റെ കൂടെ ഇംഗ്ലീഷ് പഠിക്കണം. അപ്പോൾ ഇംഗ്ലീഷ്, നിങ്ങൾക്ക് മലയാളത്തിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഇംഗ്ലീഷ്, മലയാളമൊക്കെ കുറേ പേർക്ക് അക്ഷരങ്ങൾ എപ്പോഴും എഴുതാൻ ബുദ്ധിമുട്ടുണ്ട്, തെറ്റിക്കാറില്ലേ? അപ്പോൾ അക്ഷരങ്ങളൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, അറിയില്ലെങ്കിൽ അത് എഴുതി പഠിക്കണം. ഹിന്ദി അതേപോലെ തന്നെ അക്ഷരങ്ങളൊക്കെ എഴുതി പഠിക്കണം. ഇംഗ്ലീഷിൽ ഗ്രാമർ പാർട്ടൊക്കെ കുറേ പേർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക മക്കളെ? കുറച്ച് സമയം കണ്ടെത്തി ഇംഗ്ലീഷ് കൂടി പഠിച്ചു പോവുക. ഓക്കെ, അപ്പോൾ മാത്സ് പഠിച്ച് നിങ്ങൾ മടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളൊരു സബ്ജക്റ്റ് മാറ്റി നോക്കുമ്പോൾ അല്ലെങ്കിൽ കുറച്ചുകൂടി എളുപ്പമുള്ള ഒരു സബ്ജക്റ്റിലേക്ക് നിങ്ങളൊന്ന് സ്വിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ മടുപ്പൊക്കെ ഇല്ലാതെ പഠിക്കാൻ പറ്റും. അടുത്ത ദിവസം ബുധനാഴ്ച ഇതേപോലെ സോഷ്യലും ഹിന്ദിയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. സമയം നമ്മൾ പറഞ്ഞല്ലോ, 1 മണിക്കൂർ സോഷ്യലിന് കൊടുക്കുക, 1/2 മണിക്കൂർ ഹിന്ദിക്ക് കൊടുക്കുക, 1/2 മണിക്കൂർ ഹോംവർക്ക് ചെയ്യാൻ എടുക്കുക. ഇനി അടുത്ത ദിവസം തേഴ്സ്ഡേ നിങ്ങൾ ചെയ്യേണ്ടത് മലയാളം നിങ്ങൾ കൂടുതൽ സമയം പഠിക്കുക. മലയാളം ഇപ്പോൾ ഫസ്റ്റും സെക്കൻഡൊക്കെ ഇല്ലേ? അപ്പോൾ 1 മണിക്കൂർ മക്കൾ മലയാളം പഠിക്കുക. അതിൻ്റെ കൂടെ 1/2 മണിക്കൂർ നിങ്ങൾ എന്താണ്? നിങ്ങൾ കഴിഞ്ഞ ദിവസം പഠിച്ച സയൻസിലെ ക്വസ്റ്റ്യൻസ്, ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ, ആ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക മക്കളെ? ചെയ്ത് പഠിക്കുക. അതിൻ്റെ അടുത്ത ദിവസം വെള്ളിയാഴ്ച, ഫ്രൈഡേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇംഗ്ലീഷ് മെയിനായിട്ട് പഠിക്കുക. അതിനുശേഷം മാത്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി അടുത്ത ദിവസം സാറ്റർഡേ ഹിന്ദി പഠിക്കുക. ഹിന്ദിയാണ് നിങ്ങൾ അന്ന് കൂടുതൽ സമയം കൊടുത്ത് പഠിക്കേണ്ടത്. അതിൻ്റെ കൂടെ സോഷ്യൽ SSCയിലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ അതേപോലെ സൺഡേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? റെസ്റ്റ് എടുക്കാം. പിറ്റേ ദിവസത്തേക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുക. തിങ്കളാഴ്ച തിരക്കിട്ട് ക്ലാസ്സിൽ പോവാതെ സൺഡേ ചെയ്യാനുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ തിങ്കളാഴ്ചത്തേക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ സൺഡേ നിങ്ങൾ ചെയ്ത് വെക്കുക. വളരെ റിലാക്സ്ഡ് ആകുക, ഫാമിലിൻ്റെ കൂടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുക, പോകാനുള്ള സ്ഥലത്തൊക്കെ പോവുക, വളരെ നേരത്തെ ഉറങ്ങാൻ ശ്രദ്ധിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ആഴ്ചത്തെ സ്റ്റഡി പ്ലാൻ. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്ലാൻ അനുസരിച്ച് ഒന്ന് ചെയ്തു നോക്കൂ. എന്തൊക്കെ മാറ്റമാണ് വരുത്താൻ പോകുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റമാണ് നിങ്ങൾക്ക് കാണാൻ പോകുന്നത് നമുക്ക് നോക്കി നോക്കാം. യെസ്, ഓക്കെ. അപ്പോൾ ഈ സമയം ശ്രദ്ധിക്കുക. ഒരു 2 മണിക്കൂർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മാറ്റി വെക്കാൻ പറ്റുമല്ലോ. എല്ലാ കാര്യങ്ങളും നമുക്ക് വേണം. നിങ്ങൾക്ക് സ്കൂൾ വിട്ട് വന്ന് കഴിഞ്ഞ് കളിക്കാനും പഠിക്കാനും എല്ലാത്തിനും നമ്മൾ സമയം കണ്ടെത്തണം. ഫാമിലിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം. അപ്പോൾ ഈ ഒരു പ്ലാൻ നിങ്ങൾ എന്ത് ചെയ്ത് ഈ ഒരാഴ്ച വർക്ക് ചെയ്ത് നോക്കുക. നമുക്ക് എന്നിട്ട് അടുത്ത ആഴ്ച പുതിയൊരു പ്ലാനായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഈ പ്ലാൻ എങ്ങനെയുണ്ടെന്നുള്ള കാര്യം, അല്ലെങ്കിൽ നിങ്ങളൊന്ന് വർക്ക് ചെയ്ത് നോക്കുക. ഈ പ്ലാൻ ഇഷ്ടമായോ എന്നുള്ള കാര്യമൊക്കെ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ആഴ്ച ഇതിലും അടിപൊളി പ്ലാനായിട്ട് നമുക്ക് വീണ്ടും കാണാം.